രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നമ്മൾ പറഞ്ഞ ഡൽഹിക്കാരത്തെ മിനിയില്ലേ, മിനിയുടെ ഒരു സാക്ഷ്യം എന്താണെന്നറിയാവോ? അവളുടെ സാക്ഷ്യം, അവൾക്ക് മരുന്ന് മേടിക്കാൻ, ഒരു ക്രോസ് മേടിക്കാൻ പോലും കാശില്ലാത്ത ഒരു ദിവസം വന്നു. അടുത്ത വീട്ടിൽ പോയി എരവ് മേടിച്ചാണ് പനി വന്നപ്പോൾ ക്രോസും കഴിച്ചത്, ഭർത്താവിന് കൊടുത്തത്. പക്ഷെ ഇവളുടെ രോഗം എന്താ? ഗർഭപാത്രം ഇറങ്ങി വന്ന് ഹെർണിയയിലേക്ക്, അതാണ് രോഗം. ബ്ലീഡിങ്, വല്ലാത്ത ബ്ലീഡിങ്. അവളെന്താ ചെയ്തിരിക്കണത്? അപ്പോൾ ഇനി മരുന്നിന് ആശുപത്രി പോകാൻ പൈസ ഇല്ല. അവിടേക്ക് ആശുപത്രി പോകാനുള്ള അവസ്ഥ അറിയാമില്ല. പൈസ കിട്ടാനും മാർഗ്ഗമില്ല, ജോലിക്ക് പോകാനും പറ്റണില്ല, ഭർത്താവിനും ജോലിയില്ല, ഭാര്യയ്ക്കും ജോലിയില്ല. രോഗമാണ് താനും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, വല്ലാത്ത ബ്ലീഡിങ്ങും. അവൾ ഉടമ്പടി ധ്യാനം കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ഉദരരോഗമുള്ളൊരു വയറ്റിൽ കൈവെക്കാൻ പറഞ്ഞു. അവൾ അതൊരു ആർത്തിയോടുകൂടി വിശ്വാസപ്രമാണം ചൊല്ലി വയറ്റിൽ കൈവച്ചോടുകൂടി ബ്ലീഡിങ് പൂർണ്ണമായിട്ട് തീർന്ന്. പിറ്റേ ദിവസം സ്കാൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ വേദന 4ാമത്തെ ദിവസമാണ് വേദനയില്ലാതെ ബ്ലീഡിങ് നിന്നപ്പോൾ നോക്കിയപ്പോൾ ഗർഭപാത്രം എങ്ങനെയാണ് താഴേക്ക് ഇറങ്ങി വന്നത് അതുപോലെ മേലോട്ട് കയറിപ്പോയി. സാക്ഷ്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ട് എത്രയും വേഗം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. എപ്പോൾ സാക്ഷ്യം കേട്ടാലും നിങ്ങൾക്ക് ഒരു മുടക്കും ഇല്ലല്ലോ. കർത്താവ് നാളെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിനക്കൊരു മുടക്കും ഇല്ലല്ല, ഞാൻ തന്നെ ഈ തള്ളവല്ല കൊണ്ടൊന്ന് കുത്തിയാൽ പോരായിരുന്ന, അതുപോലും കുത്താൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നീ എന്ത് ക്രിസ്ത്യാനി, നീ എന്ത് വിശ്വാസി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അപ്പോൾ ദൈവത്തിന് പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി മര്യാദയ്ക്ക് സുവിശേഷത്തിൻ്റെ സാക്ഷിയായി കർത്താവിനെ അറിയട്ടെ, അറിഞ്ഞവരെ ആഴപ്പെടട്ടെ, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നീ വളരാൻ ദൈവം ആഗ്രഹിക്കുന്നു, നിന്റെ വളർച്ച ദൈവം കാണട്ടെ. കൈയിടിച്ച് കർത്താവിനെ ശരീരഭാഗങ്ങളിൽ രോഗമുള്ളിടത്തൊക്കെ കൈവെക്കുക. തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ, ശിരസ് രോഗികളെ, കണ്ണ് കാത് കേൾക്കാനില്ലാത്തവർ, അഡിനോയിഡിൻ്റെ രോഗമുള്ളവർ, മൂക്കിൽ ദിശ വളരുന്നവർ, നിർത്താത്ത പനിയുള്ളവരൊക്കെ എല്ലാം തലയിലും കൈവെക്കുക. ശ്വാസകോശ രോഗികൾ, നെഞ്ച് രോഗികൾ, ഹൃദയ രോഗികളെല്ലാം നെഞ്ചിൽ കൈവെക്കുക. കരൾ രോഗികൾ, ഉദര രോഗികൾ, കുടൽ രോഗികൾ, PCOD രോഗികൾ, പിസ്തുല രോഗികൾ, ആരിസസ് രോഗികൾ, അൾസർ രോഗികൾ അടിവയറ്റിൽ കൈവെക്കുക. കുറേ അധികം രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കൈ സ്വസ്തികയായി വെച്ച് ശരീരം മുഴുവൻ ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിന് വെച്ചുകൊണ്ട് പൊതിഞ്ഞു കെട്ടി കർത്താവിനെ ഉപയോഗിപ്പിക്കുക. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിശക്തമായി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവിന് വലതുകരം, ഇടത് തിരുമുറുവാർന്ന വലതുകരം നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി ദിവ്യകുമാരനോട് മധ്യസ്ഥം വഹിക്കണമേ. കർത്താവേ, രക്തവാദക്കാരെ, വാതുരാമവാദമുള്ളവരെ, കർത്താവേ, അവരെ സുഖങ്ങളെ സ്പർശിക്കണമേ. കർത്താവ്, രക്തത്തിൻ്റെ അസുഖമുള്ളവരെ, രക്തം പോക്കിന് അസുഖമുള്ളവരെ, കൺട്രോളില്ലാതെ മൂത്രം പോകുന്നവർ, മലം പോകുന്നവരെ, വല്ലാതെ കൈയുള്ളം പോലെ വിയർക്കുന്നവരെ കർത്താവ് സ്പർശിക്കണമേ. കർത്താവേ, കണ്ണ് വേദനയുള്ളവരെ, ശിരസ് വേദനയുള്ളവരെ, അതിൻ്റെ മൂലകാരണങ്ങൾ, കണ്ണിന് കാഴ്ചയുള്ളവരെ, കാഴ്ചക്കുറവുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ. കർത്താവേ, സ്പണ്ടിലോസ് രോഗികൾ, പ്ലീഹായുടെ അസുഖമുള്ളവരെ അവർ സ്പർശിക്കണേ. കർത്താവേ, ഈശോയെ, സ്പൈനൽ കോഡിനെ സ്പർശിക്കണമേ. കർത്താവേ, പേശികളെ വാദമുള്ളവരെ സ്പർശിക്കണമേ. കർത്താവേ, ഈശോയെ, കിതപ്പ് രോഗികൾ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, മുടി കൊഴിഞ്ഞു പോകുന്നവരെ സ്പർശിക്കണേ. കർത്താവ്, ചെവി കേൾക്കാൻ പാടില്ലാത്തവർ, സിസ്റ്റ് രോഗികൾ, കുടലിൽ, കരളിൽ, ആന്തരിക അവയവങ്ങളിൽ സിസ്റ്റുള്ളവർ, കർത്താവേ, കൈപൊക്കാൻ പറ്റാത്തവരെ, നടക്കാൻ പറ്റാത്തവരെ, ഉറങ്ങാൻ പറ്റാത്തവരെ, ഉറക്കം നഷ്ടപ്പെടുന്നവരെ സ്പർശിക്കണ കർത്താവേ. ത്വക്ക് രോഗികളെ സ്പർശിക്കണ കർത്താവേ. ഉള്ളം കാലം മുതൽ ഉച്ചവരെ മാരക രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, എല്ലാ സർവ്വവിധ രോഗങ്ങളും യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ.
ഹല്ലേലൂയ 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 കഴുകി ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളെ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കൾ രണ്ട് കൈയും നെഞ്ചിൽ പൊത്തുക. എന്തിനാണെന്നറിയാവോ? വീടില്ലാത്തവര്, ജോലിയില്ലാത്തവര്, ജോലി താമസിക്കുന്നവര്, പരീക്ഷാഫലം പ്രതീക്ഷിക്കുന്നവര്, പരീക്ഷ എഴുതാൻ പോകുന്നവര്, വിദേശത്ത് ഓഫർ ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവര്, വിസയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവര്, സ്വന്തം വ്യവസായങ്ങൾ നിന്ന് പോയവർ, നഷ്ടമായിക്കൊണ്ടിരിക്കുന്നവർ, ഓർഡർ ലഭിക്കാത്തവർ, സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്ന് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പഠിച്ചിട്ട് മനസ്സിലാകാത്തവർ, തെറ്റായ വിഷയം എടുത്തതെന്ന് ചിന്തിച്ചുകൊണ്ട് പഠിക്കാതിരിക്കുന്നവർ, തെറ്റായ പ്രണയബന്ധങ്ങളെ കുറുക്കി കുടുംബത്തിൽ അസമാധാനം ഉണ്ടാക്കുന്നവർ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അന്യരാജ്യങ്ങളിൽ പോയി കുടുങ്ങിപ്പോയവരെ, അവർക്ക് ജോലി കിട്ടാതിരിക്കുന്നവരെ, അവിടെ വിസ പുതുക്കാൻ പറ്റാതിരിക്കുന്നവരെ, അവരെ കെട്ടിലായിപ്പോയവരെ, ജയിലിലായി പോയിട്ടുള്ളവരെ, നാട്ടിൽ ജയിലിലായിരുന്നവരെ, പകോടുപടി നടക്കാത്തവർ, വഴി കിട്ടാത്തവർ, വെള്ളമില്ലാത്തവർ, വീടില്ലാത്തവർ, വാടകയ്ക്ക് താമസിക്കുന്നവർ, കലഹങ്ങളിലിരിക്കുന്നവർ, അതുപോലെ ഒറ്റയ്ക്കും പാട്ടത്തിനും താമസിക്കുന്നവർ, കോടതി കേസ് പറഞ്ഞിരിക്കുന്നവർ, കേസ് നടന്നുകൊണ്ടിരിക്കുന്നവർ, നല്ല വിധിന്യായം പ്രതീക്ഷിക്കുന്നവർ, എല്ലാം മക്കളില്ലാത്തവർ, കല്യാണം ഒത്തുവരാത്തവർ, ജോലി ഇല്ലാത്തവർ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വിവിധങ്ങളായ ആവശ്യങ്ങളെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. ശ്രുതികട്ടെ. 36 കൊല്ലം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഈ കുർബാന, ഈ അടിസ്ഥാന, ഈ ആൾത്താരെ പ്രത്യക്ഷ മാതാവിൻ്റെ മധ്യസ്ഥതയിലെ ഈ ആൾത്താരെ പിറന്ന 10,000 ആരാധന ശക്തിയാൽ മാർഗരോഗങ്ങൾ, തീരാവേദിക ദുരിതങ്ങൾ, തീരാദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. നിൽക്കുക. മൗനമായി കണ്ണുകളടച്ച് നിങ്ങളുടെ ഉടമ്പടി ആവശ്യങ്ങൾ പുതുക്കിയവരും പുതുക്കാൻ പോകുന്നവരും ഉടമ്പടി എടുത്തവരും ഇവിടെയുള്ള തീർത്ഥാടനത്തിൽ ഇവിടെ ഉള്ളവരും ഓൺലൈനായി ഈ ആരാധന കൂടുന്നവരും അവിടെ ഉടമ്പടി വിഷയങ്ങൾ അൾത്താരെ ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യകാരുണ്യത്തിനോട് കർത്താവ് യേശുക്രിസ്തുവിന്റെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ സമർപ്പിക്കുക. എത്രയും വേഗം എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് സാക്ഷ്യം വഹിക്കുവാനും യേശുക്രിസ്തുവിനെ ഏൽക്കുവാനും ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ